ചർച്ചയ്ക്ക് തയ്യാറായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമീപിച്ചുവെന്ന വാർത്തകൾ തള്ളി ഇറാൻ. അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാന്റെ സുരക്ഷാ മേധാവി അലി ലറിജാനി. സമൂഹമാധ്യമമായ എക്സിലാണ് ട്രംപിന്റെ വാക്കുകളെ തള്ളി സുരക്ഷാ മേധാവിയുടെ പ്രതികരണം. ഖമേനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം കടുപ്പിക്കുകയും ചെയ്തു. ലബനനിൽ നിന്നും ഹിസ്ബുള്ളയെ ഉപയോഗിച്ചും ഇസ്രായേലിനെതിരെ ഇറാൻ പൊരുതുന്നുണ്ട്. ദുബായ് വിമാനത്താവളം, ബുർജ് ഖലീഫ, ബഹ്റൈനിലെയും കുവൈറ്റിലെയും ഖത്തറിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇറാൻ ലക്ഷ്യമിട്ടത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചർച്ചകൾക്കായി ഇറാൻ തന്നെ സമീപിച്ചുവെന്നും എന്നാൽ ഒരാഴ്ച മുൻപ് ഈ നിലപാട് സ്വീകരിക്കണമെന്നായിരുന്നു താൻ മറുപടി നൽകിയതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാന്റെ സൈനിക സ്ഥാനം തകർത്തുവെന്നും നേവിയുടെ 7 കപ്പലുകൾ നശിപ്പിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇറാന്റെ തിരിച്ചടിയിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടുവെന്നും മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. അതേസമയം 560 അമേരിക്കൻ സൈനികരെ തങ്ങൾ വധിച്ചുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളം പൂർണ്ണമായി നശിപ്പിച്ചുവെന്നും ബഹ്റൈനിലെ സൈനിക താവളത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായേക്കുമെന്നാണ് ഇറാൻ കമാൻഡർ വീഡിയോയിൽ വ്യക്തമാക്കിയത്. അതിനിടെ ടെഹ്റാനിലെ ആശുപത്രി ഇസ്രായേൽ ആക്രമിച്ചു. കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. ആശുപത്രികളെ ആക്രമിക്കാനുള്ള നീക്കം അപലപനീയമാണെന്നും ആശുപത്രികൾ അടക്കമുള്ള സ്ഥലങ്ങളെ ആക്രമണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും ലോകാരോഗ്യ സംഘടന അഭ്യർത്ഥിച്ചിട്ടുണ്ട്.